ബിസിനസ് സാധ്യത ഏറ്റവും ചെറിയ സ്വപ്നം കാണുന്ന ആളുകൾക്കും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ണാണ്, ഒരു നാടാണ് UAE. ഇപ്പം പെട്ടെന്നൊരു മരണമോ മറ്റൊക്കെ സംഭവിച്ചാൽ ആ സ്പോട്ടിലായിരിക്കും നമുക്ക് പോലീസിൽ നിന്നടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കോൾ വരും. ഒരു ഡോക്യുമെൻറ്റ്സ് ഉള്ള വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന രീതിയിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാനോ അതിൻ്റെ പേപ്പർ വർക്ക് ചെയ്യാതിരിക്കാനോ കഴിയില്ല. 24/7 എന്നത് തന്നെയാണ് ഈ ഫീൽഡിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒരു കഫ്റ്റീരിയ അതല്ലെങ്കിൽ ഒരു ഗ്രോസറി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സാധ്യതയെ പഠിക്കേണ്ടത് അതിൻ്റെ ഓണറാണ്. സുപ്രഭാതം വെബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മുസ്തഫ ദാരിമി, ബേസ്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ. താങ്ക് യു. സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. ദുബായിൽ 10 വർഷത്തോളമായി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അതെ. ബേസ്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ധാരാളം സ്ഥാപനങ്ങളുണ്ട്. 2 വർഷം ബേസ്കോ 2 വർഷം പിന്നിട്ട് കഴിഞ്ഞു, 3ാമത്തെ വർഷത്തിലേക്കാണ്, സെക്കൻഡ് ആനിവേഴ്സറിയിലാണുള്ളത്. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ താങ്കളുടെ ഈ യാത്രകൾ, പ്രവാസി എന്ന രീതിയിൽ, അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ, അതിലുപരി ബേസ്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CEO എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു? 2016 ജൂൺ 21 UAE എന്ന് പറയുന്ന മണ്ണിൽ വിനീതൻ കാലുകുത്തുന്നത്. ഇവിടുത്തെ അങ്ങോട്ടുള്ള ഒരു 8-9 വർഷക്കാലം ജീവിതത്തിലെ ഒരുപാട് പേപ്പർ വർക്കുകളുടെ ഒരു ലോകത്തെ ഞാൻ പരിചയപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്യുമെൻറ്റേഷനാണ് പ്രധാനമായിട്ടുള്ള തങ്ങളൊരു ഏരിയ. അതെ, ഞാൻ വന്ന അന്ന് മുതൽ ഒരുപാട് കടപ്പാടുകളുടെ ഒരുപാട് മുഖങ്ങൾ ഓർമ്മ വരുന്നുണ്ടെങ്കിലും ഒരു പേപ്പർ വർക്കുകളുടെ എങ്ങനെ അതിനെ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു പഠനകാലമായിരുന്നു കഴിഞ്ഞ 9 വർഷം എന്നുള്ളത്. ബേസ്കോ ഇന്ന് 25ഓളം സ്റ്റാഫുകളുള്ള UAE ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 2 വർഷത്തിനിടയിൽ ഒരു പക്ഷേ ഒരു 5-10 വർഷത്തെ രീതിയിലേക്ക് ബേസ്കോ വളർന്നു കഴിഞ്ഞു. എന്താണ് താങ്കളുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ബിസിനസ് രഹസ്യം എന്താണ്? 25ഓളം സ്റ്റാഫുകൾ അടങ്ങുന്ന ഒരു ബേസ്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു 2 വർഷം കൊണ്ട് ഒരു 5 വർഷത്തെ ഒരു കുതിച്ചു ചാട്ടം തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഈ 2 വർഷത്തിൽ ഒരു 200ഓളം വരുന്ന ബിസിനസ് സംരംഭക രംഗത്ത് ഒരുപാട് ആളുകൾക്ക് അസിസ്റ്റ് ചെയ്യാൻ ലൈസൻസ് അടക്കമുള്ള വർക്കുകൾ ചെയ്തു കൊടുത്ത് നല്ല 500ഓളം വരുന്ന ക്ലയൻറ്റുകൾ, 200ഓളം വരുന്ന ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റിയ ഒരു കമ്പനി എന്ന രീതിയിൽ വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ 2ാം വർഷ ആനിവേഴ്സറി. അതിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് നമ്മുടെ അകമഴിഞ്ഞ സപ്പോർട്ടോടു കൂടെയുള്ള നമ്മുടെ സ്റ്റാഫിൻ്റെ നിതാന്തമായ രീതിയിൽ നമ്മോട് കൂടെ നിൽക്കുന്നു എന്നുള്ളത്. ഒരു ബിസിനസ് വിജയിക്കുന്നത് അവിടുത്തെ സ്റ്റാഫിൻ്റെ കട്ട സപ്പോർട്ട് എന്ന് പറയുള്ളൂ. അതും നമ്മുടെ ആത്മാർത്ഥതയാണ്. ഈ ദുബായിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ദുബായിലെ കിസൈസി അൽത്തവാർ ഏരിയ എന്ന് പറയുന്നത്. ഈ ബിസിനസ്, ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്ന ഈ സ്ഥലം, ഇവിടെ ഇതുൾപ്പെടെ UAE ധാരാളം സ്ഥാപനങ്ങൾ ദുബായിലുണ്ട്, ഇതേപോലെ ബിസിനസ് സെറ്റപ്പ്, ഡോക്യുമെൻറ്റേഷൻ. പക്ഷേ അത്തരം സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് വികസിക്കുകയും ഏറ്റവും കസ്റ്റമേഴ്സിന് സംതൃപ്തി നൽകുന്ന രീതിയിൽ സർവീസ് നൽകുകയും താങ്കൾ ചെയ്യുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ രീതിയിലേക്ക് ഈ ഒരു സ്ഥാപനത്തെ വളർത്തിയെടുത്തത്? ഒന്നാമത് നമ്മുടെ ആംബിയൻസ്, നമ്മുടെ ഓഫീസിൻ്റെ ഒരു ആംബിയൻസ് 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന വിശാലമായ ഒരു ഓഫീസാണ് നമ്മൾ. ഇതിൽ 3ഓളം കമ്പനികളാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ബേസ്കോ കോർപ്പറേറ്റ് ആണ്, ഇതിൻ്റെ മെയിൻ മദർ കമ്പനി എന്ന് പറയുന്നത് ബേസ്കോ കോർപ്പറേറ്റ് ആണ്. ദുബായിൽ ഒരു പുതിയ സംരംഭകൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ A to Z കൺസൾട്ടിങ് മുതൽ ലൈസൻസ് ഇഷ്യൂ മുതൽ അവരുടെ എംപ്ലോയീസിനെ എടുക്കുന്നതിൻ്റെ പ്രൊസീജിയർ അടക്കമുള്ളത് ചെയ്തു കൊടുക്കുന്ന കമ്പനിയാണ് ബേസ്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ കോർപ്പറേറ്റ് തലം എന്നുള്ളത്. രണ്ടാമത്തത് ട്രാവൽ ആൻഡ് ടൂറിസം. ദുബായ് തന്നെ നിലനിൽക്കുന്ന ടൂറിസത്തെ എന്നും മുന്നിൽ കാണുന്ന ഒരു രാജ്യത്ത് ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ സാധ്യത നമ്മൾ മുന്നിൽ കണ്ടു. 6 മാസം കൊണ്ട് അല്ലേ, ജിഫ്രി തങ്ങളടക്കമുള്ള പിന്നെ നമ്മുടെ ആത്മീയ നേതാക്കളൊക്കെ വന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇവിടെ. മുനവർ അലി തങ്ങൾ, സാദിഖ് അലി തങ്ങൾ, നിരന്തരം നമ്മൾ ഓഫീസിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുറഞ്ഞ കാലയളവിൽ. അവരെല്ലാം പിന്നെ ആശീർവദിച്ച് ഇപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം അത് ഇപ്പം ഒരു 6 മാസം കൊണ്ട് 12 ബാച്ച് വരുന്ന ഉംറ തീർത്ഥാടകരെ നമുക്ക് മക്ക മദീന പുണ്യസ്ഥലങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതേപോലെ തന്നെ കഴിഞ്ഞ ഈ പെരുന്നാൾ ലീവിൽ 2 ബസ് നമ്മൾ ബാച്ചായിട്ട് നമ്മൾ സലാലയിൽ കൊണ്ടുപോയി. കഴിഞ്ഞ സമ്മർ സീസണിൽ അതുപോലെ തന്നെ 200-ൽ പരം ആളുകളെ മുസണ്ടം ട്രിപ്പ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ എന്താ പറയുക നമ്മുടെ ടൂറിസം മേഖലയിലെ പ്രതിനിധീകരിച്ചുകൊണ്ട് ട്രാവൽ ആൻഡ് ടൂറിസം. അതേപോലെ തന്നെ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു മീഡിയ രംഗത്ത് നമ്മുടെ ദുബായിയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന, ഏറ്റവും അപ്ഡേഷൻസ്, കൗതുക വാർത്തകളൊക്കെ എത്തുന്ന, ഇന്ന് കുറഞ്ഞ കാലം കൊണ്ട് 20Kയോട് അടുത്ത് നിൽക്കുന്ന ബേസ് മീഡിയ. ഇങ്ങനെയാണ് ബേസ്കോയുടെ ഈ 2ാം ആനിവേഴ്സറിയിൽ നമ്മൾ എത്തി നിൽക്കുന്നത്.
അതേപോലെ ഈ ബെയ്സ്കോ അല്ലെങ്കിൽ ബെയ്സ്കോ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് യു എയിൽ നിയമങ്ങൾ, അതേപോലെ ഡോക്യുമെൻറ്റേഷൻ, പേപ്പർ, അതൊക്കെ വളരെ കൃത്യമായും കർശനമായും വേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തൊക്കെ സേവനങ്ങളാണ് നിങ്ങൾ ഒരു കസ്റ്റമർ നിങ്ങളെ സമീപിച്ചാൽ എന്തൊക്കെ സേവനങ്ങളാണ് നിങ്ങൾ അവർക്ക് നൽകുന്നത്? ആദ്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് വേണ്ട കൺസൾട്ടിങ് ആണ്. വരുന്ന വ്യക്തിക്ക് എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പർപ്പസ് എന്താണെന്നത് അവരെ സാഗൂതം കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. ചില ആളുകൾക്ക് അവരുടെ ഫുഡ് സ്റ്റെപ്പ് മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളായിരിക്കും. അതല്ലെങ്കിൽ ചില ആളുകൾ പിന്നെ ജനറൽ A to Z ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അതല്ലെങ്കിൽ സർവീസ് മേഖലയിൽ ടെക്നിക്കൽ പരമായി, അല്ലെങ്കിൽ പിന്നെ ഗ്രോസറി, ഇങ്ങനെ ഒരുപാട് തലങ്ങളിലൂടെ വിശാലമായി നിൽക്കുന്ന ഒരു ഏരിയയിൽ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ കേട്ട് അതിന് വേണ്ട പേപ്പർ വർക്കുകൾ നീക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ സംഭവം. ഇവിടെ ദുബായിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ ലീഗലി പ്രോബ്ലം വന്നിട്ട് നാട്ടിൽ പോകാൻ സാധിക്കാതെയോ, അല്ലെങ്കിൽ അവരോട് വേറെ എന്തെങ്കിലും ലോണോ മറ്റോ ഒക്കെ എടുത്തിട്ട് പേപ്പർ വർക്കുകൾ കാരണം കുടുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് ലീഗലി എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാം എന്ന കൺസൾട്ടിങ് നൽകുക, അതിന് വേണ്ട പേപ്പർ വർക്കുകൾക്ക് ഹെൽപ്പ് ചെയ്യുക. കോർട്ട്, അതുപോലെ തന്നെ എക്കണോമിക്, RT, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ നിലനിൽക്കുന്നു. ഇതെല്ലാം വളരെ സുതാര്യമായി വർക്ക് ചെയ്യുന്ന ഒരു രാജ്യത്ത് ഒരു പക്ഷേ ഒരാൾക്ക് പെട്ടെന്ന് ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ 10 വർഷത്തെ എക്സ്പീരിയൻസും നമ്മുടെ സ്റ്റാഫുകളുടെയും സപ്പോർട്ടും കൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് അതിനെ സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പിന്നെ ഫാമിലികൾ, ഒരുപാട് ഫാമിലികൾ താമസിക്കുന്നുണ്ട് ദുബായിൽ. അവരുടെ ഫാമിലി വിസകൾ അവർക്കിത് റിന്യൂ ചെയ്യാൻ, ചില ആളുകൾക്ക് ഇത് ക്യാൻസൽ ചെയ്യുക, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നമ്മൾ ഇതാണ് ബെയ്സ്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കോർപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദുബായിലും അതേപോലെ UAE-യിലും ഏത് എമിറേറ്റ്സിൽ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ലൈസൻസിങ്, അതേപോലെ അവർക്ക് ആവശ്യമായ സ്റ്റാഫിനെ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ എല്ലാം നിങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ വിസയുമായി ബന്ധപ്പെട്ട് പല നിയമ പ്രശ്നങ്ങളും തടസ്സങ്ങളും കാര്യങ്ങളുള്ള കുറേ ആളുകളുണ്ട്. ഒരു പക്ഷേ നാട്ടിലേക്ക് പോകാൻ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾ. ഇത്തരം ആളുകളെ ലീഗലായി തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അവർക്ക് നിയമപരമായ സഹായം കൊടുക്കാൻ പറ്റും. അറിവില്ലായ്മ കൊണ്ട് പല ആളുകളും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കൃത്യമായ ഗൈഡൻസ് കിട്ടിയാൽ അവരുടെ വിഷയങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ ഓൺലൈൻ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഈ സമയത്ത് അതിന് അസിസ്റ്റ് ചെയ്യാൻ ബെയ്സ്കോക്ക് സാധിക്കും എന്നുള്ളതാണ്. ബെയ്സ്കോ 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലേക്കാണ്. ഈ 3ാമത്തെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി എന്താണ് പുതിയ പ്ലാന്, പദ്ധതികൾ ആലോചനയിലുണ്ടോ? തീർച്ചയായിട്ടും ബെയ്സ്കോക്ക് ഇനിയും ഒരുപാട് മുന്നേറ്റങ്ങളും ചുവടുവെപ്പുകളും വെക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ ചോദിച്ചപ്പോൾ പറയുകയാണ്, നമുക്ക് ബെയ്സ്കോയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരുപാട് രക്ഷിതാക്കൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പല വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോയി പഠിക്കണം. ഒരു കൃത്യമായ കൺസൾട്ടിങ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ആ പഠിക്കുന്നതിന് വേണ്ട പ്രൊസീജിയർ, ഇത്തരം കാര്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബെയ്സ്കോയുടെ ഒരു അബ്രോഡ് സ്റ്റഡി എന്നുള്ള ഒരു ആശയമാണ് ഈ 2ാം ആനിവേഴ്സറിയുടെ നിറവിൽ ബെയ്സ്കോ മുന്നോട്ട് പോകുന്നത്. അബ്രോഡ് സ്റ്റഡി ഇപ്പോൾ പുതിയ സാധ്യതകൾ തുറന്നു വരുന്നൊരു ഏരിയ കൂടിയാണ്. അപ്പോൾ അബ്രോഡ് സ്റ്റഡിയിലേക്കുള്ള കാൽവെപ്പാണ്. അതെ. അതിൻ്റെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഏകദേശം അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേഷനുമായി ബെയ്സ്കോയുടെ അതിഥികൾ ഇവിടെ എത്തുന്നുള്ളതാണ്. ഈ ബിസിനസ് സെറ്റപ്പ് അല്ലെങ്കിൽ ഇത്തരം കോർപ്പറേറ്റ് മേഖലയിൽ വർഷങ്ങളായി പരിചയമുള്ള കുറേ ആളുകളുണ്ട്. അത് വലിയൊരു ഒരു ഏരിയ കൂടിയാണ്. പക്ഷേ വ്യക്തിപരമായി താങ്കൾ ടു യങ് ആണ്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ഇത്തരം ഒരു രീതിയിലേക്ക് ബിസിനസ് സെറ്റപ്പ് വളർത്തിയെടുക്കുന്നതിൽ വ്യക്തിപരമായി താങ്കൾ പുലർത്തുന്ന കുറേ നിഷ്ഠകളും കുറേ കസ്റ്റമറുമായി ബന്ധപ്പെട്ട അവർക്ക് നല്ല സർവീസ് കൊടുക്കാൻ താങ്കൾ പുലർത്തുന്ന കുറച്ച് കർക്കശമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ഒരു പേഴ്സണലി നിങ്ങൾ ആസ് എ ബിസിനസ്മാൻ എന്ന രീതിയിൽ താങ്കൾ പുലർത്തുന്ന ഒരു സ്ട്രാറ്റജി എന്താണ്? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു എന്ന രീതിയിൽ അത് സന്തോഷമുണ്ട്. ഒരു ഡെഡിക്കേഷൻ എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന മേഖലയിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ തുള്ളിയായി വർക്ക് ചെയ്യണം. നമുക്ക് എങ്ങനെ അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുമോ, ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമോ, അതായത് കസ്റ്റമർ എത്രത്തോളം സാറ്റിസ്ഫൈഡ്. കാരണം കസ്റ്റമർ ഓരോരുത്തരും ഓരോ ബിഹേവിയറും ഓരോ നേച്ചറായിരിക്കും. നമ്മോട് കഴിയുന്നതിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തെ സേവനം നൽകണമെന്നാണ് ഓരോ മീറ്റിങ്ങുകളിലും അല്ലെങ്കിൽ ഓരോ നമ്മുടെ സ്റ്റെപ്പുകളിലും നമ്മുടെ സ്റ്റാഫിനെ അടക്കമുള്ളവർക്ക് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഈ മാജിക് എന്നല്ല, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്നുള്ളത്. ഇപ്പോൾ താങ്കൾ വിസയുടെ വർക്കുകൾ, അതേപോലെ ഡോക്യുമെൻറ്റേഷൻ ഇതൊക്കെ വരുന്നുണ്ട്.
ഇതെല്ലാം ഒരു പക്ഷേ ഒരു ഓഫീസ് സമയത്ത് ചെയ്തു തീർക്കാവുന്ന ജോലികളായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ എയർപോർട്ടിൽ ഒരാൾ കുടുങ്ങി നാട്ടിലേക്ക് പോകാൻ പ്രയാസപ്പെടുന്നു, ചിലപ്പം ഒരാൾ മരണപ്പെട്ടു, ഇതൊക്കെ ഈ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട വർക്കുകളാണ്. അപ്പോൾ ഒരു 24/7 എന്ന രീതിയിൽ വർക്ക് ചെയ്യേണ്ടതുണ്ടോ ഇതിന്? അതെ, നിങ്ങൾ ചോദിച്ച ഈ ചോദ്യം കഴിഞ്ഞ 2 ദിവസം മുമ്പ് പോലും നമുക്ക് അനുഭവപ്പെട്ട, നമ്മൾ ഒരുപക്ഷെ നമ്മുടെ അടുക്കൽ നിന്ന് എടുത്ത അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു കമ്പനിയിൽ ഒരാൾ പെട്ടെന്ന് മരണപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി കേസ് വന്നാൽ അവരുടെ കൂൾ ആദ്യം വരിക ഏത് പാതിരാത്രിയിലും നമുക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫോൺ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് ഇപ്പം പെട്ടെന്നൊരു മരണമോ മറ്റൊക്കെ സംഭവിച്ചാൽ ആ സ്പോട്ടിലായിരിക്കും നമുക്ക് പോലീസിൽ നിന്നടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കോൾ വരും. ഒരു ഡോക്യുമെൻറ്റ്സുള്ള വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന രീതിയിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാനോ അതിൻ്റെ പേപ്പർ വർക്ക് ചെയ്യാതിരിക്കാനോ കഴിയില്ല. 24/7 എന്നത് തന്നെയാണ് ഈ ഫീൽഡിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. നിരവധി ആളുകൾ പ്രവാസ ലോകത്ത് വഞ്ചിക്കപ്പെടുന്നുണ്ട് വിസയുടെ പേരിൽ, ഡോക്യുമെൻറ്റുകളുടെ പേരിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം യഥാർത്ഥമായ ആളുകളുടെ കൈകളിലല്ലെങ്കിൽ യഥാർത്ഥ PROമാരുടെ കൈകളിലല്ലെങ്കിൽ അവർക്ക് യാത്രാ നിരോധനം വരെ വരുന്ന പല ഘട്ടങ്ങൾ പല അവസ്ഥകളുണ്ടാവാറുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഇതിനൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ഇത്തരം ചൂഷണങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അതിപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ വ്യക്തമാണ്. പല മലയാളികളായ ആളുകളടക്കമുള്ളവർ പലപ്പോഴും വഞ്ചിതരാകുന്ന, പലപ്പോഴും ആളുകൾ ഏത് സമയവും മലയാളികളുടെ പ്രത്യേക ഒരു പ്രവണത ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏത് കാര്യത്തെ എങ്ങനെ ചെയ്തു തീർക്കാമെന്ന് നോക്കുമ്പോൾ അവർ വിട്ടുപോകുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ട്രസ്റ്റ്. നമ്മൾ ഒരു പക്ഷേ നമ്മളൊരു ലൈസൻസ് ആവട്ടെ, ഒരു വിസ വർക്ക് ആവട്ടെ, മറ്റു ഡോക്യുമെൻറ്റേഷൻ ആവട്ടെ, നമ്മളൊരു പ്രൈസ് പറയുമ്പോൾ ഒരു ട്രസ്റ്റഡ് ആയ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു കമ്പനിയിൽ കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അവരുടെ ആ ഒരു വർക്കിൻ്റെ സ്വഭാവം വെച്ച് അതിനവരൊരു കൊട്ടേഷൻ കൊടുക്കുകയും അതേസമയം ഒരു വ്യക്തിപരമായ വർക്കുകൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ റോട്ടിൽ നിന്നോ ചെയ്തു തീർക്കുന്ന PROമാർ അത് നേരെ പകുതിയായി പറയുമ്പോൾ അവിടെ വർക്ക് കൊടുക്കുകയും പിന്നീട് ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള അപ്ഡേഷൻ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാവുന്നുണ്ട്. നമ്മളുടെ അടുത്ത് വരുന്ന അധികം ആളുകളും പകുതി പേയ്മെൻറ്റുകളും പകുതി വർക്കുകളും എവിടെയോ ആരൊക്കെയോ ചെയ്ത് വെച്ച് ഫോളോ അപ്പ് നഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് ആളുകൾ കാണാറുണ്ട്. ഞാൻ അവരോട് ആ സമയത്ത് ചെറിയൊരു അതിൻ്റെ ഒരു പ്രതിഷേധം അറിയിക്കാറുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് അവർക്ക് കഴിയുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും നൽകാൻ പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഇനിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെൻറ്റ് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വിദ്യാസമ്പന്നരാണ്, പക്ഷെ നാട്ടിൽ അവർക്ക് അനുയോജ്യമായ തൊഴിൽ ലഭിക്കാനില്ല. മികവുള്ള ആളുകളാണ്, കൃത്യമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകളാണ്, കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്, സ്കില്ലുണ്ട്. ഇത്തരം ആളുകൾക്ക് വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ ദുബായിലെ ഇത്തരം ബിസിനസ്സുകൾ തുടങ്ങാൻ ഒരു സാധ്യതയുണ്ടോ? UAE എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് നിങ്ങൾ ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ബിസിനസ് സാധ്യത ഏറ്റവും ചെറിയ സ്വപ്നം കാണുന്ന ആളുകൾക്കും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ണാണ്, ഒരു നാടാണ് UAE. നമുക്ക് ഏതൊരു മേഖലയിലും നമുക്ക് കോൺഫിഡൻസും നമ്മൾ അതിന് ഡെഡിക്കേറ്റഡ് ആണോ നിങ്ങൾക്ക് ദുബായിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചോദിച്ച പോലെ ചെറുപ്പക്കാർ അവർക്ക് വലിയ മൂലധനം അവരുടെ കൈകളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു ചെറിയ മൂലധനം കൊണ്ട് തുടങ്ങാവുന്ന ബിസിനസ് UAE-യിലുണ്ടോ? അത്തരം സംരംഭകരെ സഹായിക്കാനുള്ള ഒരു സമീപനമാണോ ഉള്ളത്? UAE സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിൽ നിന്ന് ആലോചിക്കുമ്പോൾ UAE എന്ന് പറയുന്ന രാജ്യത്തൊരു ബിസിനസ് തുടങ്ങാൻ ഒരുപാട് ക്യാഷ് അല്ലെങ്കിൽ പണം മുടക്കേണ്ടി വരുന്നൊക്കെ സ്വാഭാവികമായിട്ട് അത് നമ്മൾ അജ്ഞതയുടെ എതിരാളിയാണല്ലോ മനുഷ്യൻ. അപ്പോൾ നമ്മളൊരു ധാരണ മാത്രം. സത്യത്തിൽ UAE അങ്ങനെയല്ല. ആദ്യം UAE-യിൽ വേണ്ടത് അവൈലബിലിറ്റി ഇൻ UAE. നമ്മൾ UAE-യിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പണം നമ്മൾ സ്വരൂപിക്കുന്നതിന് പകരം UAE-യിൽ വന്നുകൊണ്ട് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യുക. നമ്മൾ നാട്ടിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ സാധ്യതയെ 1-2 മാസം നിന്നുകൊണ്ട് ഏരിയകളിൽ നിന്നും കവലകളിൽ നിന്നും പോയി നമ്മൾ പഠിച്ചെടുത്ത് അതിൻ്റെ സാധ്യതയെ മനസ്സിലാക്കി നമ്മൾ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ UAE ബിസിനസ്സിൻ്റെ വളക്കൂറുള്ള മണ്ണാണ്. അപ്പോൾ ഇതേപോലെ താല്പര്യമുണ്ട് UAE-യിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്കുള്ള വിസയും കാര്യങ്ങളും ഉൾപ്പെടെയുള്ളൊരു താങ്കൾക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആര് UAE-യിൽ വന്ന് നമ്മൾക്ക് അടുക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചോദ്യം നിങ്ങളുടെ ഈ ഫീൽഡ് ഏതാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖല ഏതാണെന്ന് അവരോട് ചോദിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടിങ് നമ്മൾ നടത്തുന്നു എന്നുള്ള പേപ്പർ വർക്കുകൾ A to Z നമുക്ക് ചെയ്യാൻ കഴിയും.
പക്ഷേ ബിസിനസ്സിൻ്റെ സാധ്യതയും അവർക്ക് എത്രത്തോളം അതിൻ്റെ ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളത് അത് അവരുടെ സൈഡാണ്. നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഫോർ എക്സാമ്പിൾ ദുബായിൽ ഒരു പ്രൊഡക്റ്റ് ഏതൊരു GCC കൺട്രിയിലോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലുള്ള വിഭവങ്ങളടക്കമുള്ള ഒരു പ്രൊഡക്റ്റ് ഒരാൾ UAE കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ സാധ്യത അവർ പഠിച്ചു കഴിഞ്ഞാൽ അതിന് എങ്ങനെ പേപ്പർ വർക്കുകൾ, അതിനെ പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, ഇമ്പോർട്ട് എക്സ്പോർട്ട് വഴി അതിനെ കസ്റ്റംസ് ത്രൂ ഇവിടെ എത്തിക്കേണ്ടതുണ്ട്, അവർക്ക് അതിനെ B2B കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് ഫ്രീ സോണുകളുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് അവർക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെന്നുള്ള. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിലവിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് പ്രൊഡക്റ്റ് ഉണ്ട്, ഫുഡായിരിക്കാം, ടെക്സ്റ്റൈൽസ് ആയിരിക്കാം. നമ്മുടെ നാട്ടിൽ അത് ബ്രാൻഡഡ് ആണ്. അവർക്ക് UAE ഈ ബിസിനസ് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതകൾ എങ്ങനെയാണ്? താങ്കൾക്ക് അതിനെ സഹായിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് നമ്മൾ കേരളം പോലത്തെ ഒരു നാട്ടിൽ നിന്നുള്ള പല വിഭവങ്ങളും നമ്മുടെ നാട്ടിലെ ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ താമസിക്കുകയും ആളുകൾ വന്നു പോകുന്ന ഒരു നാടാണ് UAE. ആ UAE നമ്മുടെ നാട്ടിലെ പ്രൊഡക്റ്റുകളെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാളേറെ ആവശ്യക്കാരുള്ളൊരു സ്ഥലമാണ് UAE. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിപണനക്കാരനാണെങ്കിൽ അതിനെ UAE എത്തിക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. പല ആളുകളും വിചാരിക്കുന്ന ഒരുപാട് പ്രൊസീജിയർ. അതിന് നമ്മൾ ഒന്നുമില്ല, ഒരു ദുബായിൽ ഒരു ലൈസൻസ് എടുത്ത് ആ ലൈസൻസ് ത്രൂ നമ്മൾ അതിനൊരു കസ്റ്റംസ് കോഡ് ക്രിയേറ്റ് ചെയ്ത് ദുബായിൽ എത്തിക്കുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കാനും അതിനെ ഉപയോഗിക്കാനും ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്ക് മലയാളി വിഭവങ്ങൾക്കാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇതൊക്കെ വലിയ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? UAE എന്ന് പറയുന്ന രാജ്യത്ത് ഇതെല്ലാം വളരെ സിമ്പിളാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ നേരത്തെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്, നാട്ടിൽ നോർമലി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരൊക്കെ ഒന്ന് UAE ഒന്ന് മാറ്റിപ്പിടിച്ചാൽ അവർക്ക് ഇന്ന് കിട്ടുന്ന പ്രോഫിറ്റ് സ്കെയിലിനെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ റിസ്കി എലമെൻറ്റ് നമുക്ക് വളരെ കുറഞ്ഞ ഒരു രാജ്യം കൂടിയാണ് UAE എന്നുള്ളത്. അപ്പോൾ നാട്ടിൽ ഉള്ള ബിസിനസ്സുകൾ ഇങ്ങോട്ട് വികസിപ്പിച്ചാൽ സ്വാഭാവികമായി വലിയ പ്രോഫിറ്റ് സ്കെയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ ഇവിടെ ഒരു വിജയ സാധ്യത വളരെ കൂടുതലാണ് ബിസിനസ് വിജയിപ്പിച്ചെടുക്കാൻ. അപ്പോൾ റെസ്റ്റോറൻറ്റ്, ഫുഡ് ഏരിയകളൊക്കെ എങ്ങനെയാണ്? അതിൻ്റെ ഒരു സാധ്യതകൾ എങ്ങനെയാണ് UAE? റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫീൽഡാണ് ഭക്ഷണം. അത് റെസ്റ്റോറൻറ്റ്, കഫ്റ്റീരിയ, ചെറിയ സാധനങ്ങൾ വാങ്ങുന്ന ഗ്രോസറികൾ, ഇതൊക്കെ എന്നും മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാർട്ട് എന്ന നിലയിൽ അത്തരം ബിസിനസ് സാധ്യത UAE എന്ന് പറയുന്ന മണ്ണിൽ വളരെ കൂടുതലാണ്. GCC രാജ്യങ്ങളായ ഉദാഹരണം ഖത്തർ, സൗദി അറേബ്യ, ഇവിടെയൊക്കെ നിലവിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ UAE ദുബായിലേക്കോ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവരുടെ ബ്രാൻഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയോ അത്തരം ആളുകൾക്ക് കുറച്ചും കൂടി ഈസിലി ആക്സസിബിൾ ആയ ഒരു സ്ഥലമാണ് UAE. അതെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സൗദി, ഖത്തർ, ഒമാൻ പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചരക്ക് കപ്പലുകൾ അല്ലെങ്കിൽ ചരക്ക് വണ്ടികൾ നീങ്ങുന്ന ഒരു രാജ്യമാണ് UAE. ദൈനംദിന ആവശ്യങ്ങൾക്ക് ആവശ്യമായ ഫുഡ് പ്രൊഡക്റ്റുകൾ, കോസ്മെറ്റിക്, ടെക്സ്റ്റൈൽസ്, A to Z കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചരക്ക് കപ്പലുകളാവട്ടെ വണ്ടികളാവട്ടെ നീങ്ങുന്ന ഒരു രാജ്യമാണല്ലോ UAE. ആ UAE അത് നമ്മൾ അവിടെ ചെയ്യുന്ന ബിസിനസ്സിനെ UAE ഒന്ന് പറിച്ചു നടാൻ അല്ലെങ്കിൽ ഒന്ന് വ്യാപിപ്പിക്കാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഒരുപാട് നമ്മുടെ ലൈഫിൽ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വലിയ ബിസിനസ് ഒന്നും പദ്ധതിയിലില്ല. UAE അല്ലെങ്കിൽ ദുബായിൽ ഒരു കഫ്റ്റീരിയ തുടങ്ങണം, ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ഗ്രോസറി തുടങ്ങണം. ഇത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത് സാധ്യമാണോ? ഇതിന് വലിയ മുതൽ മുടക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണുള്ളത് UAE അല്ലെങ്കിൽ ദുബായിൽ? ഒരു കഫ്റ്റീരിയ അതല്ലെങ്കിൽ ഒരു ഗ്രോസറി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സാധ്യതയെ പഠിക്കേണ്ടത് അതിൻ്റെ ഓണറാണ്. അവർക്ക് ഏത് ഏരിയയിലാണ് ഇതിനെ വെച്ച് അവർക്ക് വികസിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആദ്യം സ്റ്റഡി ചെയ്യേണ്ടത് അത് ഓണേഴ്സ്. ഞാൻ ചോദിക്കാനൊരു കാരണമുണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് റെസിഡൻഷ്യൽ ഏരിയയിൽ പോയാലും ഗ്രോസറിയും അതേപോലെ ഈ കഫ്റ്റീരിയയും ഇവിടെ സുലഭമായിട്ട് കാണാം. 24 hours വരെ ഓപ്പൺ ആയിട്ടുള്ള ധാരാളം ഗ്രോസറികൾ ഇവിടെ കാണാം. അതുകൊണ്ടാണ് ആ രണ്ട് കാറ്റഗറി ചോദിച്ചിരിക്കുന്നത്. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ സാധ്യത അവർ ഒന്ന് UAE വന്ന് 2-3 മാസം കൊണ്ട് സ്റ്റഡി ചെയ്തിട്ട്, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ തന്നെ സുഹൃത്താണ് ഖത്തറിൽ വക്കാല നടത്തിയിരുന്ന ഒരാൾ UAE വന്നിട്ട് ഇപ്പോൾ 1 മാസമായി. സുഹൃത്ത് നമ്മൾ വളരെ അടുത്തൊരു സുഹൃത്തായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. 1 മാസം നിന്നിട്ട് ഒരു ഏരിയയിൽ നിന്ന് അവർ സ്റ്റഡി ചെയ്തു. ആ ഒരു വക്കാലയെ അവർ പഠിച്ചിട്ട് അവർ അടുത്ത ആഴ്ച ആ ലൈസൻസ് വാങ്ങാൻ വേണ്ടി തയ്യാറായി. ഇതാണ് സാധ്യതയെ പഠിക്കുക എന്നുള്ളത്.
അപ്പോൾ നമ്മൾ UAE വരിക, എന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഓരോ സ്കിൽ പവറും ഓരോ ഏരിയയും ഉണ്ടാവും. ആ ഏരിയയിൽ നിന്നുകൊണ്ട് അതിനെ പഠിക്കാനും അതിനെ റിസർച്ച് ചെയ്യാനും തയ്യാറായി നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ അവർക്ക് ലൈസൻസ് അല്ലെങ്കിൽ അവരുടെ പേപ്പർ വർക്ക്. അത് വളരെ കൃത്യമായി സുതാര്യമായി പിന്നെ കുറ്റമറ്റ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുത്ത് അവർക്ക് ആ ബിസിനസ്സിനെ ഏറ്റവും സ്മൂത്തായ രീതിയിൽ നടത്താൻ ബേസ്കോക്ക് സഹായിക്കാൻ, ഹെൽപ്പ് ചെയ്യാൻ, അസിസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. 10 വർഷത്തോളമായി താങ്കൾ ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള UAE അല്ലെങ്കിൽ വികസിക്കുന്ന ദുബായ്, ഇതിനെക്കുറിച്ച് താങ്കളുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഒരു ദുബായിൻ്റെ ഒരു വരും സാധ്യത? സ്വാഭാവികമായിട്ടും നമ്മുടെ പലപ്പോഴും പല രാജ്യങ്ങളും പുകഞ്ഞുകൊണ്ടിരിക്കുകയും അസ്വസ്ഥമായി കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ 10 വർഷത്തെ പിന്നെ പ്രവാസ ലോകത്ത് നിന്ന് UAE എന്നും ഒരു സമാധാനത്തോടു കൂടെ അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും കൂടാതെ നയിക്കാൻ പറ്റുന്നൊരു രാജ്യം അല്ലെങ്കിൽ ഒരു പ്രവാസ ലോകമാണ് UAE എന്നുള്ളത്. എന്നും സഹിഷ്ണുതയ്ക്കും സ്നേഹത്തിനും വില കൽപ്പിക്കുകയും വിദേശികളോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് UAE ആണ്. അങ്ങനത്തെ ഒരു രാജ്യത്ത് ബിസിനസ് സാധ്യതകൾ ഇനിയും ഒരുപാടുണ്ട്. വളക്കൂറുകളുള്ള മണ്ണാണ് UAE എന്നുള്ളത്. ഏതായാലും താങ്കളുടെ ബിസിനസ് കോർപ്പറേറ്റ് കൺസൾട്ടൻസി വഴി നിരവധി ആളുകൾക്ക് പ്രചോദനവും സഹായവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ താങ്കളുടെ സ്ഥാപനമായ ബേസ്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ എന്നും ആഗ്രഹിക്കുന്നു. താങ്ക് യു.